ഹലോ. സിംഗിൾ ആക്ടിംഗ് ന്യൂമാറ്റിക് സിലിണ്ടർ, 3 പോർട്ട് 2 പൊസിഷൻ വാൽവ് എന്നിവയുടെ നിർമ്മാണം, പ്രവർത്തന തത്വം, ദിശ നിയന്ത്രണം എന്നിവ മേലുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ ഭാഗങ്ങൾ, നിർമ്മാണം, സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ പ്രവർത്തന തത്വം, ദിശ നിയന്ത്രണം, ഒപ്പം 3 പോർട്ട് 2 വേ വാൽവിന്റെ നിർമ്മാണവും പ്രവർത്തന തത്വവും അറിയാൻ കഴിയും. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ എന്നത് ഒരു നേർരേഖയിലൂടെ ലോഡ് നീക്കുന്ന ഒരു ആക്ച്വേറ്ററാണ്. അത് ഒരു ദിശയിൽ മാത്രം ന്യൂമാറ്റിക് ഫോഴ്സ് ചെലുത്തുന്നു എന്നതിനാൽ അതിനെ സിംഗിൾ ആക്ടിംഗ് എന്ന് പറയുന്നു. വിപരീത ദിശയിലെ ചലനം നടത്തുന്നത് സ്പ്രിംഗ് അല്ലെങ്കിൽ ലോഡിന്റെ സ്വന്തം ഭാരം പോലുള്ള ഒരു ബാഹ്യ ഫോഴ്സ് കൊണ്ടാണ്. ഇനി നമുക്ക് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ മുഖ്യ ഭാഗങ്ങൾ കാണാം. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന് ഒരു സിലിണ്ടർ, പിസ്റ്റൺ, പിസ്റ്റൺ റോഡ്, സീൽ, സ്പ്രിംഗ്, ഒരു ഇൻലെറ്റ് പോർട്ട് എന്നിവയുണ്ട്. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ മുഖ്യ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. തുടക്കത്തിൽ സ്പ്രിംഗ് ഫോഴ്സ് മൂലം സിലിണ്ടറിലെ ഏറ്റവും അകത്തെ സ്ഥിതിയിൽ പിസ്റ്റൺ നിലകൊള്ളും. ഇൻലെറ്റ് പോർട്ടിലൂടെ കംപ്രസ്ഡ് എയർ എത്തുമ്പോൾ പിസ്റ്റണിന്റെ ക്രോസ് സെക്ഷനിന്മേൽ പ്രഷർ പ്രവർത്തിക്കുന്നു. പ്രഷറിന്റെയും പിസ്റ്റൺ ക്രോസ് സെക്ഷൻ ഏരിയയുടെയും ഉൽപ്പന്നം ഒരു ഫോഴ്സിന് ആക്കം നൽകുകയും അത് സ്പ്രിംഗ് ഫോഴ്സിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ന്യൂമാറ്റിക് ഫോഴ്സ് സ്പ്രിംഗ് ഫോഴ്സിനേക്കാൾ അധികമാണെങ്കിൽ സ്പ്രിംഗ് കംപ്രസ്ഡ് ചെയ്യപ്പെടുകയും പിസ്റ്റൺ ചലിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പിസ്റ്റണിന് കുറുകെ എയർ ലീക്കിനെ തടയുവാൻ സീൽ ഉണ്ട്. എയർ തുടർച്ചയായി പ്രവഹിക്കുന്നത് കാരണം പിസ്റ്റൺ തുടർച്ചയായി ചലിക്കുന്നു. പിസ്റ്റൺ റോഡിലൂടെ പിസ്റ്റണിലേക്ക് ലോഡ് ഘടിപ്പിച്ചിരിക്കുന്നു. അതിനാൽ പിസ്റ്റണൊപ്പം ലോഡും ചലിക്കുന്നു. പിസ്റ്റൺ മറ്റേ അറ്റത്ത് എത്തുന്നത് വരെ പിസ്റ്റണും ലോഡും ചലിക്കുന്നു. അവസാനം പിസ്റ്റൺ നീങ്ങുവാൻ ഇനി സ്ഥലമില്ലാതാകുന്നു. അതിനാൽ പിസ്റ്റണും ലോഡും നീങ്ങുന്നത് നിന്നു പോകുന്നു. ഈ പിസ്റ്റൺ ചലനത്തെ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നു. ഫോർവേഡ് സ്ട്രോക്കിൽ പിസ്റ്റൺ റോഡ് സിലിണ്ടറിന് വെളിയിലേക്ക് വരുന്നു. പിസ്റ്റണെ നാം എ എന്ന് അടയാളപ്പെടുത്തിയാൽ പിന്നെ ഫോർവേഡ് സ്ട്രോക്കിനെ അടയാളപ്പെടുത്തുക എ എന്നാണ്. പിസ്റ്റണിന്മേൽ പ്രവർത്തിക്കുന്ന പ്രഷർ റിലീസ് ചെയ്താൽ സ്പ്രിങ്ങിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ന്യൂമാറ്റിക് ഫോഴ്സ് ദുർബലമാകും. അതിനാൽ സ്പ്രിംഗ് പിസ്റ്റണെ തിരികെ തള്ളുന്നു. ഈ സ്ട്രോക്കിനെ ഒരു റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്നു. റിട്ടേൺ സ്ട്രോക്കിൽ പിസ്റ്റൺ സിലിണ്ടറിനകത്തേക്ക് പോകുന്നു. റിട്ടേൺ സ്ട്രോക്കിനെ എ മൈനസ് എന്ന് അടയാളപ്പെടുത്താം. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിനെ നിയന്ത്രിക്കാൻ, അഥവാ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ കൊണ്ട് ലോഡ് തള്ളുകയും വലിക്കുകയും ചെയ്യാൻ മുഖ്യ കൺട്രോൾ എലിമെന്റ് ആയി നിങ്ങൾക്ക് എപ്പോഴും 3 പോർട്ട് 2 പൊസിഷൻ ഡിറക്ഷൻ കൺട്രോൾ വാൽവ് വേണം. ഇനി നമുക്ക് 3 പോർട്ട് 2 പൊസിഷൻ വാൽവിന്റെ മുഖ്യ ഭാഗങ്ങൾ കാണാം. ഇതിൽ ഒരു വാൽവ് ബോഡി, സ്പൂൺ, ആക്ച്വേഷൻ മെക്കാനിസം, പുഷ് ബട്ടണും സ്പ്രിങ്ങും, എയർ ഫ്ലോ പാത്ത്, പോർട്സ് പി, എ, ആർ എന്നിവ ഉൾക്കൊള്ളുന്നു. വാൽവ് ബോഡിക്കകത്ത് ഒരു സ്പൂൾ, എയർ ഫ്ലോവിന് വേണ്ടി ഒരു ഇന്റേണൽ പാസേജ്, ഒരു ആക്ച്വേഷൻ മെക്കാനിസം എന്നിവ ഉൾപ്പെട്ട ഒരു ഉൾഭാഗമുണ്ട്. സ്പൂൾ എന്നത് ഒരു പിസ്റ്റൺ ആകൃതിയിലുള്ള എലിമെന്റ് ആണ്. ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എയർ ഫ്ലോ പാത്ത് മാറുന്നു. സ്പൂൾ ഷിഫ്റ്റ് ചെയ്യുവാനുള്ള സൗകര്യം നൽകുക ആക്ച്വേഷൻ മെക്കാനിസമാണ്. കണക്ടറിന്റെ സഹായത്തോടെ
എയർ പൈപ്പുകൾ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ് പോർട്സ്. 3-പോർട്ട് 2-പൊസിഷൻ ഡിറക്ഷൻ കൺട്രോൾ വാൽവുകളുടെ മുഖ്യ ഭാഗങ്ങൾ അറിയാമല്ലോ. ഇനി അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. 3-പോർട്ട് 2-പൊസിഷൻ വാൽവ് എയർ ഫ്ലോയുടെ 2 സ്റ്റാറ്റസ് അല്ലെങ്കിൽ പൊസിഷൻ നൽകുന്നു. ഇൻപുട്ട് പോർട്ട് അടഞ്ഞിരിക്കും. ഔട്ട്പുട്ട് ഒരു എക്സ്ഹോസ്റ്റിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ നിലയിൽ കംപ്രസ്ഡ് എയർ വാൽവിലൂടെ പ്രവഹിക്കുന്നില്ല. കൂടാതെ ഔട്ട്പുട്ട് പോർട്ടിനെ എക്സ്ഹോസ്റ്റ് പോർട്ടുമായി ഘടിപ്പിച്ചിരിക്കുന്നു. അതിനാൽ ഔട്ട്പുട്ട് ലൈൻ അന്തരീക്ഷ മർദ്ദത്തിൽ നിലകൊള്ളുന്നു. ഇൻപുട്ട് പോർട്ട് ഔട്ട്പുട്ട് പോർട്ടുമായി കണക്റ്റഡ് ആണ്. എക്സ്ഹോസ്റ്റ് പോർട്ട് അടച്ചിരിക്കുന്നു. ഈ നിലയിൽ കംപ്രസ്ഡ് എയർ വാൽവിലൂടെ പ്രവഹിക്കുകയും പിസ്റ്റനെ തള്ളുകയും ചെയ്യുന്നു. പോർട്ട് അഥവാ PAR അടയാളപ്പെടുത്തിയ സിംഗിൾ സിലിണ്ടർ പ്രവർത്തിപ്പിക്കുവാനുള്ള സർക്യൂട്ടാണിത്. കംപ്രസർ ഡിറക്ഷൻ കൺട്രോൾ വാൽവ് വഴി ആക്ച്വേറ്ററിലേക്ക് FRL യൂണിറ്റിലൂടെ കംപ്രസ്ഡ് എയർ അയക്കുന്നു. കംപ്രസർ സ്വിച്ച് ഓൺ ചെയ്താൽ ഇൻപുട്ട് പോർട്ട് 1 വരെ കംപ്രസ്ഡ് എയർ ലഭിക്കുന്നു. പുഷ് ബട്ടൺ അമർത്തിയാൽ വാൽവ് ഷിഫ്റ്റ് മൂലം എയർ ഡിറക്ഷൻ മാറുകയും പിസ്റ്റൺ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. പുഷ് ബട്ടൺ റിലീസ് ചെയ്താൽ പിസ്റ്റൺ തിരികെ വരുന്നു. സിംഗിൾ ആക്ടിംഗ് ന്യൂമാറ്റിക് സിലിണ്ടർ, 3-പോർട്ട് 2-പൊസിഷൻ വാൽവ് എന്നിവയുടെ നിർമ്മാണം, പ്രവർത്തന തത്വം, ദിശ നിയന്ത്രണം എന്നിവ മേലുള്ള ഈ സെഷൻ ഇവിടെ സമാപിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ ഭാഗങ്ങൾ, നിർമ്മാണം, സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ പ്രവർത്തന തത്വം, ദിശ നിയന്ത്രണം, ഒപ്പം 3-പോർട്ട് 2-വേ വാൽവിന്റെ നിർമ്മാണവും പ്രവർത്തന തത്വവും അറിയാൻ കഴിയേണ്ടതാണ്.